Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൂ ആണെങ്കിൽ ഇപ്പൊ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉണ്ടപ്പം ബൂ അവനാണെങ്കിൽ ബാഡ് ബൂവിനെ ചോക്ലേറ്റ് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ ബാഡ് ബൂ ആ പവർ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഉണ്ടപ്പിന് നേരെ പ്രയോഗിക്കുകയാണ്. അവനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ചോക്ലേറ്റായി മാറും. ആ ചോക്ലേറ്റ് എടുത്ത് കഴിച്ച മാജിക് ബൂ ആണെങ്കിൽ ഇപ്പോ പൂർണ്ണമായിട്ട് ശക്തി കിട്ടിയ ദ റിയൽ സെക്കൻഡ് ഫേസ് മാജിക് ബൂ ആയി മാറിക്കഴിഞ്ഞു. അവനിപ്പോ സെക്കൻഡ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയതുകൊണ്ട് തന്നെ അവന്റെ പവർ വർദ്ധിച്ച് അവൻ സെയ്റ്റാനെ ഒന്നും ചെയ്യാതെ നമ്മുടെ ആൾക്കാർ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ടെമ്പിളിന്റെ അടുത്തേക്ക് വരികയാണ്. പിക്കലോ ആണെങ്കിൽ എല്ലാവരോടും പറയും അവന്റെ ട്രാൻസ്ഫോർമേഷൻ കാരണം അവന്റെ പവർ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹൈഡൌട്ട് അവൻ ഇത്ര എളുപ്പത്തിൽ കണ്ടെത്തിയത്. എല്ലാവരും കെയർഫുൾ ആയിരിക്കണം, എന്ത് വേണമെങ്കിലും സംഭവിക്കാന്ന് പറയും. അവിടേക്ക് വന്ന മാജിക് ബൂ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചെക്കന്മാരെ അവന്റെ അടുത്തേക്ക് അയക്കാനായിട്ട് പറയും. പക്ഷെ പിക്കലോ ആണെങ്കിൽ ഇവിടെ അടിച്ചു പറയും ഒരു കാരണവശാലും അവരിപ്പോൾ വിട്ടുതരാൻ കഴിയില്ല. അവരുടെ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അവർ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യൂ. അതുവരെ ബാക്കി ഭൂമിയിലുള്ള ജനങ്ങളെ നിനക്ക് കൊല്ലാം. പിക്കലോയുടെ തീരുമാനം കേട്ട് മറ്റുള്ളവർ ഞെട്ടുമെങ്കിലും പിക്കലോ ആണെങ്കിൽ അവരെ മനസ്സിലാക്കിപ്പിക്കും. ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. പോകുന്നവരെ എല്ലാവരെയും ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ നമുക്ക് തിരികെ പിടിക്കാമെന്ന് പറയും. ചീച്ചിയാണെങ്കിൽ ആ മോപ്പ് ഉപയോഗിച്ച് ഓക്സ് കിങ്ങിന്റെ മുഖത്തൊരു കുത്തു വെച്ചു കൊടുത്ത് അവനെ ഞാൻ വെറുതെ വിടില്ല, എന്റെ മകനെ ഇല്ലാതാക്കിയതിൽ ഞാൻ അവനോട് പ്രതികാരം ചോദിക്കുന്നു പറഞ്ഞ് ഓടി വരും. ഉടനെ പിക്കലോ ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോപ്പ് സ്റ്റിക്ക് അതങ്ങനെ ഒടിച്ചു കളയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിസ്സഹായായി താഴേക്കിരിക്കും. അത് കണ്ട പൂവാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും കൊടുക്കാതെ വീണ്ടും അതുവഴി അങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഓക്സ് കിങ് ആണെങ്കിൽ ഓടിപ്പോയി അവളെ ഹഗ് ചെയ്യും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, നീ എടുത്ത് ചാടരുത്. ഇവിടെ നമ്പർ 18 ആണെങ്കിൽ അവനെ നോക്കും. നിങ്ങൾ നമ്മൾ കരുതും പോലെയല്ല, അവന്റെ പവർ ഇപ്പോൾ പഴയ മാജിക് ബൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കൂടുതലാണ്. ഉടനെ അത് കേട്ട് അവളുടെ കുഞ്ഞ് കരയാനായിട്ട് തുടങ്ങും. അവള് ആ കുഞ്ഞിനെ എടുക്കും. ഇതാ ഇവിടെ നമ്മുടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ ഇപ്പൊ ഗോട്ടനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഗോട്ടൻ കണ്ണു തുറക്ക്, ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേൽക്ക്. അതിന് ഗോട്ടനാണെങ്കിൽ ഇതിൽ എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, ഈ വിട്ടികൾ നല്ല ഉറക്കത്തിലാണ്. നടക്കാൻ പോകുന്ന വലിയ ആപത്തിനെ കുറിച്ച് അവരിപ്പോഴും തിരിച്ചറിയുന്നില്ല. നിങ്ങൾ എത്രയും വേഗം എഴുന്നേറ്റ് ആ ബോൾ ടൈം ചേംബറിലേക്ക് പോയി അവിടുന്ന് ട്രെയിനിങ് അത് സ്റ്റാർട്ട് ചെയ്യണം. ആ വില്ലൻ മാജിക് ബൂ അവനിപ്പോ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. എത്രയും വേഗം നിങ്ങൾ സ്ട്രോങ് ആയിട്ടില്ല എങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോകും. അപ്പനാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർക്കാണെങ്കിൽ യാതൊരു കുലുക്കമില്ലാതെ അവർ കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഭയത്തോടു കൂടെ പിക്കലോട് ചോദിക്കും അവൻ എന്തുകൊണ്ടായിരിക്കും നമ്മളെ ഒന്നും തന്നെ ആക്രമിക്കാതെ ഇങ്ങനെ ഹായ് ആയിട്ട് നടക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാവാതെ പിക്കലോ നിൽക്കുമ്പോൾ ആ ഒരു മാജിക് ബൂ ആണെങ്കിൽ പിക്കലോയുടെ അടുത്തേക്ക് വരും. ഭയന്ന് നിൽക്കുന്ന പിക്കലോയുടെ മുമ്പിൽ പിക്കലോയെ നോക്കി അവൻ കൈ ഉയർത്തി വലിയൊരു പവർ റിലീസ് ചെയ്യാണ്. അവന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പവറുകൾ അങ്ങനെ നാനാ ഭാഗത്തേക്ക് പോയി എല്ലാവരെയും അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ സെയ്റ്റാനും ആ ഡോഗും അവർ രണ്ടുപേരും മാജിക് ബൂ ഉണ്ടായിരുന്ന ആ വീടിന്റെ അടുത്ത് നിൽക്കും. അവരെ ഒഴിച്ച് എല്ലാ പ്രദേശങ്ങളും ആ ഒരു പവർ തകർക്കാനായിട്ട് തുടങ്ങും. ഇവിടെ മാഷ്ലാറ്റ്സ് മാനും കുഞ്ഞിപ്പയ്യനും അവർ രണ്ടുപേരും ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഭൂമിയിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കുകയാണ്. നീ പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇവിടെ പിക്കലോ ആണെങ്കിൽ ഭൂമിയിലുള്ളവരോട് സോറി പറയും. ഐ ആം സോറി, നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. എങ്ങനെയെങ്കിലും ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ മരിച്ചുപോയവരെ എല്ലാവരെയും ഞാൻ തിരികെ പിടിക്കും. മാത്രമല്ല ഇവനോട് പ്രതികാരം തീർക്കും. മാജിക് ബൂ ആണെങ്കിൽ ഇപ്പോ ട്രങ്ക്സിനെയും അതുപോലെ ഗോട്ടനെയും പുറത്തേക്ക് വിളിക്കാനായിട്ട് പറയും. അതിന് പിക്കലോ ആണെങ്കിൽ അവനോട് പറയും ഞങ്ങൾക്കിനിയും അല്പം കൂടി സമയം വേണം. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നീ തരണം. ഈ ഒരു മണ്ണ് ഇത് പൂർണ്ണമായിട്ട് താഴെ വീഴുന്നത് വരെ മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് സമയം തന്നാൽ മതി എന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ അതിലേക്ക് നോക്കും. വിടലാണെങ്കിൽ ഇപ്പൊ അവിടേക്ക് വന്ന് പറയും ഇത്രയും ശക്തനായ നിനക്ക് 1 മണിക്കൂർ പോലും തരാൻ കഴിയില്ല എന്നാണോ നീ പറയണേ? അത് കേട്ട് അവനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്നോട് സംസാരിക്കുമ്പോൾ നീ ശ്രദ്ധിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് ബൂ അവളോട് പറയും. ബൂ ആണെങ്കിൽ ഇപ്പോൾ അവളെ കൊല്ലാനായിട്ട് തയ്യാറാവും. അത് കണ്ട പിക്കലോ ആണെങ്കിൽ അത് തടയും. നിന്റെ ഇഷ്ടപ്പെട്ട തോഴൻ സെയ്റ്റാന്റെ മകളാണ് അവൾ, അവളെ കൊല്ലാൻ പാടില്ല. അത് കേട്ട് ബൂ ആണെങ്കിൽ അവളെ സ്മെല്ല് നോക്കും. സെയ്റ്റാന്റെ സ്മെല്ല് അത് അവളുടെ ബോഡിയിൽ നിന്ന് കിട്ടുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ അവളെ കൊല്ലുന്നില്ല. 1 മണിക്കൂറിന് ശേഷം ഇതൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരെയും ഞാൻ കൊല്ലും. എല്ലാവരും ഇപ്പൊ ആ മണൽ വീഴുന്ന ആ ഒരു ഡിവൈസിലേക്ക് തന്നെ നോക്കി നിൽക്കും. അതേസമയം ഗോട്ടനും ട്രങ്ക്സും അവർ പതിയെ കണ്ണു തുറക്കും. അത് കണ്ട മൊട്ടപ്പനാണെങ്കിൽ ഓടി വരും. ഓ, നിങ്ങൾ ഇപ്പോഴാണോ കണ്ണു തുറക്കുന്നത്? ക്രിസ്റ്റൻ മാജിക് ബൂ കൂടുതൽ ശക്തനായിരിക്കുകയാണ്. എത്രയും വേഗം നിങ്ങൾ ഹൈപ്പർബോളിക് ടൈം ചേംബറിലേക്ക് പോയിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് മാഷ്ലാറ്റ്സ് മാനും കുഞ്ഞിപ്പയ്യനും അവർ രണ്ടുപേരും ടാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. സെയ്റ്റാനാണെങ്കിൽ ആ ഡോഗിനെ എടുത്ത് അങ്ങനെ ഇറക്കി പിടിക്കും. ടെൻഷൻ ആവണ്ട, നമുക്കൊന്നും സംഭവിക്കില്ല
സംഭവിക്കില്ല എന്ന് പറയും. കട്ട് ചെയ്ത ഗോഹാൻ ആണെങ്കിൽ ആ റിച്വൽ നോക്കിയിരിക്കുകയാണ്. ഗോഹാന്റെ കൺട്രോൾ പോയി ഇപ്പൊ അദ്ദേഹത്തോട് പറയും, ഒരുപാട് സമയമായി നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇതുവരെ ഇത് കംപ്ലീറ്റ് ആയില്ലേ? അതിനാള് പറയും, ഐ ആം സോറി, അല്പം ലേറ്റ് ആയി പോയെന്ന് എനിക്കറിയാം, പക്ഷെ എത്രത്തോളം സമയം എടുക്കുന്നോ അത്രത്തോളം നിനക്ക് പവർ കൂടുതൽ കിട്ടുമെന്ന് പറയും. കൺട്രോൾ പോയ ഗോഹാൻ ആണെങ്കിൽ അലറി വിളിച്ച് അവന്റെ പവർ റിലീസ് ചെയ്യാണ്. ഒരുപാട് പവർ പുറത്തേക്ക് വരുന്നത് കണ്ട എല്ലാവരും അത്ഭുതപ്പെടും. പക്ഷെ ഗോഹാൻ ആണെങ്കിൽ മാജിക് ബൂവിനെ നശിപ്പിക്കാൻ ഉള്ള അത്രയും പവർ ഉണ്ടെന്ന് അവന് വിശ്വാസം വരില്ല. സെക്കൻഡ് ഗോഹാൻ ആണെങ്കിൽ അവൻ റിലീസ് ചെയ്ത പവറിനെ കുറിച്ചും ചിന്തിക്കും, ഓ നോ, ഇത്രയും പവർ എന്റെ ബോഡിയിൽ നിന്ന് തന്നെയാണോ വന്നത്? അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നതിൽ കാര്യമുണ്ട്, ഐ ആം സോറി, അല്പം നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറി. അതിനപ്പാപ്പം പറയും, ഇപ്പോഴെങ്കിലും നിനക്കിത് വിശ്വാസമായല്ലോ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കെ, എത്രയും വേഗം ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറയും. ഉടനെ ഗോഹാൻ സമാധാനത്തിൽ പ്രതീക്ഷയോടുകൂടെ അദ്ദേഹത്തിന് മുൻപിൽ ഇരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത്ഭുതപ്പെടും, ഞാൻ ഇത്രയും നേരം കരുതിയത് വെറുതെ ഗോഹാന്റെ സമയം കളയുകയാണെന്നാണ്, പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പവർ മനസ്സിലായത്. സുപ്രീം കായ് പറയും, അദ്ദേഹം ഞങ്ങളുടെ എൽഡറാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ളിൽ ഒരുപാട് പവർ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ഇത് ഗോഹാന്റെ ഉള്ളിലുള്ള പവർ തന്നെയാണ്, അതിനെ അദ്ദേഹത്തിന്റെ പവർ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആണെങ്കിൽ അതും കൂടെ കേൾക്കുമ്പോൾ ഡബിൾ ഹാപ്പി. ഗോഹാൻ, തീർച്ചയായിട്ടും നീ എന്നെ കഴിഞ്ഞും ഒരുപാട് പവർഫുൾ ആയ ആളായി മാറും. അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ ട്രങ്ക്സും ഗോട്ടനും അവർ രണ്ടുപേരും ഇപ്പോ ആ മാജിക് ബൂവിനെ നോക്കുകയാണ്. ഓ, ശരിക്കും മാസ്റ്റർ പിക്കലോ പറഞ്ഞത് ശരിയാണ്, അവന്റെ പവർ ഇപ്പോൾ ഒരുപാട് കൂടിയിരിക്കുകയാണ്. അതിന് പിക്കലോ പറയും, അതെ, അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത്ര സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹൈപ്പർബോളിക് ടൈം ചേംബറിലേക്ക് പോയി ഇവിടെ എടുത്ത് ട്രെയിനിങ് ഒന്നുകൂടെ അവിടെ എടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പവർ ഒരുപാട് കൂട്ടാനായിട്ട് സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അവരത് പറയുന്ന അതേ സമയം തന്നെ ഇവിടെ ചീച്ചിയാണെങ്കിൽ ഇപ്പോ മാജിക് ബൂവിന്റെ അടുത്തേക്ക് വരും. എന്നെപ്പോലെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മയ്ക്കും ഇത് സഹിക്കാൻ കഴിയില്ല. നീ എന്റെ മകനെ കൊന്നു കളഞ്ഞു അല്ലേ ചോദിച്ച് അവളാണെങ്കിൽ ഇപ്പൊ മാജിക് ബൂവിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ചീച്ചിയോട് തിരികെ വരാനായിട്ട് പറയും, പക്ഷെ അവൾ അതിന് തയ്യാറാവില്ല. എല്ലാവരും തരിച്ചു നിൽക്കുന്ന അതേ സമയം ഇപ്പോ ആ മാജിക് ബൂ ആണെങ്കിൽ അവളോട് പറയും, നിന്നെ ഞാൻ ഒരു മൊട്ടയാക്കി മാറ്റാൻ പോവാണ്. അടുത്ത നിമിഷം മാജിക് ബൂ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അവളെ ഒരു മൊട്ടയാക്കി മാറ്റി അങ്ങനെ ചവിട്ടി പൊട്ടിച്ചു കളയാണ്. അത് കണ്ട് കോട്ടൻ ഞെട്ടും. ഓ നോ, എന്റെ അമ്മയെ അവൻ കൊന്നു കളഞ്ഞു, ഇത് ഞാൻ സഹിക്കില്ല, ഇപ്പൊ തന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഗോട്ടൻ ആണെങ്കിൽ താഴേക്ക് ചാടാൻ റെഡിയാവും. അത് കണ്ട് പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഗോട്ടൻ, വെറുതെ എടുത്തു ചാടാൻ പാടില്ല. ഇപ്പൊ നീ അവിടേക്ക് പോയി ഫൈറ്റ് ചെയ്താ അമ്മയ്ക്ക് സംഭവിച്ചത് തന്നെയായിരിക്കും നിനക്ക് സംഭവിക്കുക. അതുകൊണ്ട് ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ ടൈം ടേബിളിലേക്ക് പോയി നിങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. അത് കേട്ട് ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനെ സമാധാനിപ്പിക്കും. അതെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിൽക്കാൻ സമയമില്ല, എത്രയും വേഗം നിങ്ങൾ ആ ഒരു ചേംബറിലേക്ക് പോകാനായിട്ട് പിക്കലോ ആണെങ്കിൽ അവരെ നിർബന്ധിക്കും. ഉടനെ അവർ രണ്ടുപേരും ആ ചേംബറിലേക്ക് പോവാണ്. ഇതാണെങ്കിൽ ചുറ്റും നോക്കും, ഓ നോ, ഇവിടെ ഭയങ്കര ചൂടാണ്, മാത്രമല്ല എന്റെ ശരീരത്തിന് ഇപ്പോ ഒരുപാട് ഭാരം അത് അനുഭവപ്പെടുകയാണ്. സത്യത്തില് ഇത് നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല, എനിക്കിത് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എങ്കിലും നമുക്ക് ട്രെയിനിങ് അത് കംപ്ലീറ്റ് ആക്കണം. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗോട്ടനെ നോക്കും. ആണെങ്കിൽ അവന്റെ വാമപ്പ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ട്രങ്ക്സ് ആണെങ്കിൽ അതിന്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങി നടക്കും. അപ്പോഴായിരിക്കും ഫ്രിഡ്ജിൽ വളരെ കുറച്ച് ഫുഡ് മാത്രം അവന്റെ ശ്രദ്ധയിൽപ്പെടുക. ഗോട്ടൻ ഇതിൽ വളരെ കുറച്ച് ഫുഡ് മാത്രമേ ഉള്ളെന്ന് ട്രങ്ക്സ് അവനെ നോക്കി പറയും. പക്ഷെ ഗോട്ടൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കാര്യമായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ആ ഡിറ്റർമിനേഷൻ കാണുമ്പോൾ ട്രങ്ക്സിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഗോട്ടൻ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ട്രെയിനിങ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പൊ ട്രങ്ക്സും ഗോട്ടന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അതേസമയം ഇവിടെ വിടലാണെങ്കിൽ ഇപ്പൊ പിക്കലോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ അച്ഛനെ അവരൊന്നും ചെയ്യില്ല എന്ന്, അതിന് കാരണം എന്താ? അതിന് പിക്കലോ പറയും, എങ്ങനെയൊക്കെയോ ആ നല്ലവനായ ബൂവായിട്ട് നിന്റെ അച്ഛൻ കണക്റ്റഡ് ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പ്, അദ്ദേഹം മാജിക് ബൂവായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മനുഷ്യരെ കൊല്ലുന്നതിൽ നിന്ന് അവന് ഡൈവേർട്ട് ചെയ്തു. അദ്ദേഹം ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് പോരാടാൻ അറിയില്ല, എന്നാൽ ചാമ്പ്യനായിരിക്കാൻ ഇപ്പൊ അദ്ദേഹം യോഗ്യൻ തന്നെയാണെന്ന് പറയും. ഇവിടെ മാജിക് ബൂവിനാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കുകയാണ്. അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റ് ആ ഒരു ഡിവൈസ് തല്ലി തകർക്കും. പറ്റില്ല, ഞാൻ ഇനിയും ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കാൻ തയ്യാറല്ല, എനിക്ക് എത്രയും വേഗം ഫൈറ്റ് ചെയ്യണം. ആണെങ്കിൽ വിളിച്ചു പറയും, ഇത് ചതിയാണ്, നീ വാക്ക് തന്നതാണ്, ഒരമണിക്കൂർ കൂടെ നീ തന്നേ പറ്റൂ. അത് കേട്ട് അവനാണെങ്കിൽ ഇപ്പൊ പിക്കലോടെ മുൻപിലായി വലിയൊരു പൊട്ടിത്തെറി അതങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ആ ടെമ്പിൾ ആണെങ്കിൽ തകരാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓരോ ഭാഗത്ത് പിടിച്ചു നിൽക്കുകയാണ്. മൊട്ടപ്പന്റെ ദേഹത്ത് വലിയൊരു ബിൽഡിങ്ങിന്റെ പാർട്ട് വന്ന് വീഴും. പിക്കലോ ആണെങ്കിൽ വിടലിനെ സേഫായി താഴെ ഇറക്കിയതിനു ശേഷം ബോവിനോട് പറയും, നിനക്കിപ്പോ അവരുമായിട്ട് പോരാടണം, അത്രയല്ലേ ഉള്ളൂ, നീ എന്നോടൊപ്പം വരാൻ പറഞ്ഞ് ഇപ്പൊ അവരകത്തേക്ക് പോവാണ്. വലിയൊരു സ്റ്റെപ്പ് അങ്ങനെ പതിയെ കയറും. അവനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. അവരുമായിട്ട് പോരാടണമെങ്കിൽ ആ ഹൈപ്പർബോളിക് ടൈം ചേംബറിന്റെ അടുത്തേക്കല്ലേ പോവേണ്ടത്? പിക്കലോ ഇവനെ എന്തിനാ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കും. അതിന് ആൻസം ബോയ് പറയും, പിക്കലോ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. പിന്നെ ഡെൻഡെ ആണെങ്കിൽ അവരോട് പറയും, പിക്കലോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹൈപ്പർബോളിക് ടൈം ചേംബറിലേക്ക് അവനെ കൊണ്ടുപോകാൻ തന്നെയാണ്.
അവനെ ആ ടൈം ചേംബറിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ആ ഡോർ തകർക്കുകയാണെങ്കിൽ അവന് പുറത്തു വരാൻ കഴിയില്ല. കാരണം അത് മറ്റൊരു ഡയമെൻഷനിലുള്ള സ്പേസ് ആണ്. അതിന്റെ അകത്തുള്ള ട്രങ്ക്സിനും കോട്ടനും അവനോടൊപ്പം ജീവൻ നഷ്ടപ്പെടും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഡ്രാഗൺ ബോൾസിന്റെ സഹായത്താൽ അവരെ തിരികെ കൊണ്ടുവരാൻ കഴിയും. പിക്കലോ ആണെങ്കിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെ പിന്നാലെ ഫോളോ ചെയ്തു പോകും. മൊട്ടപ്പനാണെങ്കിൽ അവരോട് പറയും മാക്സിമം പിക്കലോ ടൈം വൈകിപ്പിക്കുകയാണ്. സ്പെൻഡ് ചെയ്യുന്ന 1 മിനിറ്റിന് അവിടുത്തെ 6 മണിക്കൂറിന്റെ വാല്യൂ ഉണ്ട്. സോ മാക്സിമം ടൈം വൈകിപ്പിച്ചതിന് ശേഷമായിരിക്കും അവരുടെ അടുത്തേക്ക് പിക്കലോ അവനെ കൊണ്ടുപോവുക. ഇതാ മാജിക് ബൂൺ ആണെങ്കിൽ കൺട്രോൾ പോവും. ഒരുപാട് സമയമായി ഞാൻ നടക്കുന്നു, ഇനിയും ഒത്തിരി ദൂരം നടക്കണോ? അതിന് പിക്കലോ പറയും നമ്മൾ പോവേണ്ടത് ഏറ്റവും താഴേക്കാണ്. ഇതിന്റെ മുകളിൽ പോയാൽ മാത്രമേ താഴേക്ക് പോകാനുള്ള സ്റ്റെപ്പ് ഉള്ളൂ. ഇനി നമ്മൾ താഴേക്ക് പോകണമെന്ന് പറഞ്ഞ് അവനുമായി താഴേക്ക് പോകും. അതേസമയം ഇവിടെ അപ്പാപ്പനാണെങ്കിൽ കൊഹാന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്ത് നിന്ന് ബൂനെ തകർക്കാനായിട്ട് തയ്യാറെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.